മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഒത്തുചേരൽ. മരടിലെ ഹോട്ടലിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ 6 പേരെ കസ്റ്റഡിയിലെടുത്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. സൈഫുനിസ അലിയാർ കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. സൈഫുനിസ, കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ ഉൾപ്പെടെ സമാനമായ രീതിയിലുള്ള പാർട്ടികൾ നടന്നിരുന്നു. നേരത്തെ വയനാട്ടിൽ TP വധക്കേസ് പ്രതികൾ ഉൾപ്പെടെ ഈ വിധത്തിൽ ഗുണ്ടാ സംഘങ്ങളുടെ ക്രിമിനൽ ഒത്തുചേരലുകൾ നടത്തിയിരുന്നു. കൊച്ചിയിൽ ഒരു ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ വെച്ചൊരു DYFI അതിഥിയായി എത്തിയപ്പോൾ പിന്നീട് ആ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ഉൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ മരടിലെ ഈ ഗെറ്റ് ടുഗദറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനലുകളാണോ പങ്കെടുത്തിരുന്നത്? എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ആരൊക്കെയാണ് കസ്റ്റഡിയിലുള്ളത്? ബിനിൽ, കസ്റ്റഡിയിലുള്ളവരുടെ പേരുവിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല. കാരണം ഇവർക്കെതിരെ നിലവിൽ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ കൊച്ചിയിലെ ഹോട്ടലുകളിൽ നടത്തിയ റെയ്ഡിൽ 6 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ 3 പേർക്ക് നേരിട്ട് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൂടാതെ തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആഷ്ലിൻ എന്ന യുവാവിന്റെ കാറിൽ നിന്ന് ഈ പെപ്പർ സ്പ്രേ, കത്തി, ഒപ്പം തന്നെ തോക്കും കണ്ടെടുത്തിട്ടുണ്ട്. ഈ തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാകും തുടർ നടപടികൾ എടുക്കുക. ഇപ്പോൾ ഒരു മുൻകരുതലിന്റെ ഭാഗമായാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇത് കൂടാതെ തന്നെ ഈ ആഷ്ലിന്റെ കാറിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പ്രസിഡന്റ് എന്ന പേരെഴുതിയ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തും. കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഗുണ്ടാ സംഘങ്ങളാണ് ഇവിടെ ഒത്തുചേർന്നത്. ഒരു സിനിമയുടെ ഭാഗമായിട്ടാണ് ഇവർ ഒത്തുചേർന്നതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ചുമായി ബന്ധപ്പെട്ടായിരുന്നു. VIP ഫിലിംസ് എന്ന സിനിമയുടെ ഭാഗമായിട്ടാണ് ഇവർ ഒത്തുകൂടിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ 6 പേരിൽ 3 പേർക്ക് പ്രത്യേകം എന്തെങ്കിലും ബന്ധങ്ങളുള്ളതായിട്ടൊന്നും വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ മറ്റു കാര്യങ്ങൾ, അതായത് ഈ തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാകും പോലീസ് മറ്റു നടപടികളിലേക്ക് നീങ്ങുക. എന്തായാലും ഇന്നലെ രാത്രി മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഈ 6 പേരെയും കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ കയ്യിൽ നിന്ന് തോക്ക്, പെപ്പർ സ്പ്രേ, കത്തി എന്നിവ കണ്ടെടുത്തിട്ടുണ്ട്. ശരി, സൈഫുനിസ അലിയാറാണ് വിശദാംശങ്ങൾ നൽകിയത്.